18 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആശുപത്രിയിലെ തണുത്ത ഇടനാഴിയിൽ വച്ചാണ് മാധവൻ്റെ ലോകം അവസാനിച്ചത്. ഒരു വെളുത്ത തുണിയിൽ പൊതിഞ്ഞ കുഞ്ഞിനെ അയാളുടെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ അവൻ്റെ ഭാര്യയുടെ ഹൃദയമിടിപ്പ് നിലച്ചിരുന്നു. അയാളുടെ ഭാര്യ മരണപ്പെട്ടു. കുട്ടിക്ക് ഒരു അമ്മയുടെ സ്നേഹം വേണം, നീ മറ്റൊരാളെ വിവാഹം കഴിക്കണം എന്ന് നാട്ടുകാർ ഉപദേശിച്ചു. പക്ഷേ തനിക്ക് ഇനിയൊരു പങ്കാളി വേണ്ടെന്ന് അയാൾ ഉറപ്പിച്ചു. തൻ്റെ മകൾ അനന്യയുടെ ജീവിതം വർണ്ണാഭമാക്കാൻ മാധവൻ തൻ്റെ ജീവിതത്തിലെ ഓരോ സന്തോഷങ്ങളും കുറച്ചു കൊണ്ടുവന്നു. വിശക്കാതിരിക്കുക എന്ന കല അയാൾ പഠിച്ചെടുത്തു. പണിസ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിച്ചെന്ന് കള്ളം പറഞ്ഞ് മീൻ കഷ്ണത്തിൻ്റെ അവസാന തുണ്ടും അവൾക്കായി മാറ്റിവെക്കുമ്പോൾ തൻ്റെ വയറിലെ വിശപ്പടക്കാൻ അയാൾ വെള്ളം മാത്രം കുടിച്ചു. മഴക്കാലത്ത് അവളുടെ കട്ടിലിന് മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റിട്ട് ചോർച്ച അടയ്ക്കുമ്പോൾ നനഞ്ഞ തറയിൽ ഒരു മൂലയിൽ കിടന്നുറങ്ങാൻ അയാൾക്ക് മടിയുണ്ടായിരുന്നില്ല. അവളുടെ സ്കൂൾ ബാഗിനും പഠനത്തിനുമായി കോൺക്രീറ്റ് സ്ലാബുകൾ ചുമന്ന് തോളിൽ തഴമ്പ് വീഴ്ത്തിയും അധിക സമയം പണിയെടുത്തും അയാൾ പണം കണ്ടെത്തി. തൻ്റെ പരുക്കൻ വിരലുകൾ കൊണ്ട് മകളുടെ മുടിയിൽ മനോഹരമായി റിബൺ കെട്ടാൻ അയാൾ പഠിച്ചു. പണിക്ക് പോകേണ്ട തളർച്ചയുണ്ടായിട്ടും രാത്രിയിൽ പേടി സ്വപ്നം കണ്ടുണരുന്ന അവളുടെ അരികിൽ നേരം വെളുക്കുവോളം അയാൾ കാവലിരുന്നു. അനന്യ വളർന്നപ്പോൾ പുസ്തകങ്ങളിലൂടെയും ഫോണിലൂടെയും അവൾ കണ്ട ലോകം മാധവൻ പണിതുയർത്തിയ കൊച്ചു ഗ്രാമത്തേക്കാൾ വലുതായിരുന്നു. അപ്പോഴാണ് രാഹുൽ വരുന്നത്. രാഹുലിൻ്റെ കണ്ണിലെ ആ വിവേകമില്ലായ്മ മാധവൻ തിരിച്ചറിഞ്ഞു. മാധവൻ തൻ്റെ ജീവിതം മുഴുവൻ നൽകി പടുത്തുയർത്തിയ ആ കൊച്ചു സ്വർഗത്തിന് അവൻ വില നൽകില്ലെന്ന് അയാൾ ഭയന്നു. അയാൾ തൻ്റെ വിയോജിപ്പ് പ്രകടിപ്പിച്ചപ്പോൾ അവരുടെ ബന്ധത്തിൽ വിള്ളലുകൾ വീണു. അച്ഛൻ എന്നെ തടഞ്ഞു വയ്ക്കുകയാണ്, അച്ഛൻ്റെ പേടി കാരണം എന്നെ എന്നും ഈ കൂട്ടിൽ അടച്ചിടാനാണോ ഭാവം? അവൾ ആക്രോശിച്ചു. തൻ്റെ കൈവെള്ളയിലെ തഴമ്പുകളും കാലിലെ വേദനയും അവളെ കാണിക്കണമെന്ന് തോന്നി. പക്ഷെ പതിവ് പോലെ അയാൾ ഒന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസം രാവിലെ മകൾ അനന്യയെ അയാൾക്ക് കാണാൻ സാധിച്ചില്ല. അവൾ മേശപ്പുറത്ത് വച്ചിട്ട് പോയ ഒരു കത്ത് മാത്രമാണ് കിട്ടിയത്. ക്ഷമിക്കണം അച്ഛാ, നിങ്ങൾക്ക് എന്നെ മനസ്സിലാകില്ല. എനിക്ക് എൻ്റെ ജീവിതം ജീവിക്കണം, എന്നെ അന്വേഷിക്കണ്ട. അയാൾ അലറിക്കരഞ്ഞില്ല, ഒന്നും തല്ലി തകർത്തില്ല. 18 വർഷം അവൾക്ക് ചിറകുകൾ നൽകാൻ പരിശ്രമിച്ചത് ഒടുവിൽ തന്നെ വിട്ട് പറന്നു പോകാനാണെന്ന സത്യം ആ പിതാവ് തിരിച്ചറിഞ്ഞു. പുറത്ത് മഴ കനത്ത് പെയ്യുന്നുണ്ടായിരുന്നു. 20 വർഷമായി തളരാതെ നിന്ന ആ മല പോലുള്ള മനുഷ്യൻ്റെ തോളുകൾ ഒടുവിൽ വിറയലോടെ താഴ്ന്നു. ഈ സംഭവം മുഴുവൻ കേട്ട് കഴിയുമ്പോൾ ആരുടെ ഭാഗത്താണ് ശരി, അച്ഛൻ്റെയോ മകളുടെയോ? നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ.